സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 21ാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വി ആർ ഹെഡിങ് ടു ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി 5 ക്വസ്റ്റ്യൻ നമുക്കിനി ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 21 മുതൽ 25 വരെ. സോ ഇനി ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ വാല്യൂവിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ ഈ ചോദ്യം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അയണിക് ഇക്വിലിബ്രിയം, അതായത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ അയണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്കിലെ നമ്മുടെ pH നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസോസിയേഷൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ അവർ ചോദ്യം എന്താണ്? 1 millimolar solution of ethylamine produces pH equal to 9. Then the ionization constant Kb of ethylamine is 10 raised to minus x. The value of x is. അപ്പോൾ മക്കളെ നോക്കുക, നമ്മളിപ്പോൾ CH3 CH2 NH2 ഈ ഇഥൈലമീനെ നിങ്ങളെടുത്ത് വെള്ളത്തിലിടുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്തായിട്ട് മാറും? CH3 CH2 NH3 പ്ലസും OH മൈനസും. അപ്പോൾ ഇതിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Kb ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CH3 CH2 NH3 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CH3 CH2 NH2. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, ഇതിനെ നമ്മൾ ആദ്യം C എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിന്ന് C ആൽഫ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ C മൈനസ് C ആൽഫ ആവുന്നു, ഇത് C ആൽഫ ആവുന്നു, ഇത് C ആൽഫ ആവുന്നു. ഈ കാൽക്കുലേഷൻസ് എല്ലാം നിങ്ങൾക്കറിയാം അല്ലേ? ഇതിൽ നമ്മളോട് ചോദിച്ച KB ആണ്. അപ്പോൾ KB കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഇതാണ് ഒരു ഇക്വേഷൻ KB കണ്ടുപിടിക്കാൻ. വേറെ ഇക്വേഷൻ ഏതാ? വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പം ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KB ബൈ C. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇനി കോൺസെൻട്രേഷൻ ഓഫ് OHൻ്റെ ബേസിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KB ഇൻറ്റു C. ഇങ്ങനെ പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആൽഫ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇക്വേഷൻ എനിക്ക് എടുക്കാം. കാരണം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കിട്ടാൻ ഇവിടെ വകുപ്പുണ്ട്. ഇവിടെ pH തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, pH പ്ലസ് POH എന്താണ്? 14 ആണ്. അപ്പോൾ pH 9 ആണെങ്കിൽ POH എത്രയാണ്? POH is equal to 14 minus 9, that is equal to 5. എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് 10 raised to minus 5. അതെനിക്കറിയെങ്കിൽ ബാക്കി ആൻസറായി. അപ്പോൾ 10 raised to minus 5 ഈക്വൽ ടു റൂട്ട് ഓഫ് KB ഇൻറ്റു C. C എന്താണ്? 10 raised to minus 3 ആണ്. കാരണം മില്ലിമോളാർ, 1 millimolar എന്ന് പറഞ്ഞാൽ 10 raised to minus 3. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 10 raised to minus 10 ഈക്വൽ ടു KB ഇൻറ്റു 10 raised to minus 3 എന്നായി. സോ KB is equal to 10 raised to minus 10 by 10 raised to minus 3, that is equal to 10 raised to minus 7. നമ്മളോട് ചോദിച്ചത് x എത്രയാണെന്നാണ്. എക്സിൻ്റെ വാല്യൂ എന്താ വരിക? 7. സിമ്പിൾ ക്വസ്റ്റ്യൻ. താങ്ക് യു.